ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് ആശ്വാസമാവുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ മൂന്നാം ഘട്ട ധനസഹായ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. പദ്ധതിയുടെ ആദ്യ 2 ഗഡുക്കളുടെ വിതരണം വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെയും തുക തടസ്സമില്ലാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഏപ്രിൽ മാസത്തെ ധനസഹായം വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അർഹരായ ഓരോ വീട്ടമ്മക്കും പ്രതിമാസം 1000 രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതിയുടെ സഹായം ലഭിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മരുന്നിനും മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കാതെ ഈ തുക വിനിയോഗിക്കാമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വലിയൊരു നേട്ടം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. അതുപോലെ 60 വയസ്സ് പൂർത്തിയാവുന്നത് വരെ 1000 രൂപ കൃത്യമായി ലഭിക്കും. അതിനുശേഷം ഇവർക്ക് നിലവിൽ മാസം 2000 രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ പദ്ധതികളിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പദ്ധതിയിൽ അംഗമാകുന്നതിന് വേണ്ടി BPL പിങ്ക് കാർഡിലോ അല്ലെങ്കിൽ AAY മഞ്ഞ കാർഡിലോ അംഗമായിരിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷകർ മറ്റ് യാതൊരുവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കൈപ്പറ്റാൻ പാടില്ല. പദ്ധതിക്കായി അപേക്ഷ സമർപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് 18 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായതിനാൽ യാതൊരുവിധ തടസ്സവുമില്ലാതെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നത്. അപേക്ഷകരുടെ വരുമാനം, റേഷൻ കാർഡ്, മറ്റു പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. പരിശോധനയ്ക്കിടയിൽ ഏകദേശം 81,000 അപേക്ഷകൾ ഇപ്പോൾ നിലവിൽ നിരസിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ നൽകിയ പേരും ആധാറിലെ പേരും തമ്മിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തെറ്റായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക, ആവശ്യമായ രേഖകൾ എഡിറ്റ് ചെയ്യുന്നതിലുള്ള ക്ലാരിറ്റി കുറവ് എന്നിവയൊക്കെയാണ് അപേക്ഷ പുറന്തള്ളാൻ കാരണമാകുന്നത്. ഇനിയും തുക ലഭിക്കാത്ത അപേക്ഷകർ സ്വന്തം ഫോണിൽ തന്നെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നോക്കാവുന്നതാണ്. ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ സേവന എന്ന പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആധാർ നമ്പർ എൻ്റർ ചെയ്താൽ നിലവിലെ സ്റ്റാറ്റസ് മനസ്സിലാക്കാം. അപേക്ഷകൾ റിജക്റ്റ് ആയാൽ പേടിക്കേണ്ടതില്ല. തെറ്റുകൾ തിരുത്തി ബന്ധപ്പെട്ട ഓഫീസിലോ ഓൺലൈനായോ രേഖകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിലവിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിനോ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനോ മാത്രമാണ് നിയന്ത്രണമുള്ളത്. നിലവിൽ പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തുക നൽകുന്നതിന് തടസ്സമൊന്നുമില്ലാത്തതിനാൽ ഏപ്രിൽ മാസത്തെ തുക കൃത്യമായി ലഭിക്കും. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പായതിനാൽ അതിന് മുമ്പായിട്ട് തന്നെ തുക എത്താൻ സാധ്യതയുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാസങ്ങളിൽ തുക ലഭിച്ചിട്ടും ഈ മാസം തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.